ഒരു ദിവസം അവർക്ക് അല്ല ഈ 8 ഹാർഡ് കോർ കോൺഗ്രസ്സുകാരിൽ ആരും സ്ഥാനാർത്ഥിയായില്ലല്ലോ. പ്രത്യേകിച്ച് അല്ല ഇവരുടെ ഈ 8 അംഗങ്ങളിൽ ആരും ശകലമൊക്കെ ആവേശം വേണ്ട വിഷയമല്ലേ, ശകലമൊക്കെ ആവേശം വേണ്ട വിഷയമല്ലേ അനിൽ ബോസ്? നമ്മൾ കേരളത്തിലല്ലേ ഈ വിഷയം ചർച്ച ചെയ്യും. ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ 8 അംഗങ്ങളിൽ ആരും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാതെ സംസാരിക്കാമെന്ന് എന്താ അവതാരകനായി സംസാരിക്കുക? ആരായിട്ട് സംസാരിക്കാമെന്ന്? അല്ല എന്തായാലും ഞാൻ കേട്ടില്ല അനിൽ ബോസെ ആരായിട്ട് സംസാരിക്കണെന്നാ പറഞ്ഞേ? അല്ല പറഞ്ഞുതരാം, നിങ്ങൾ ക്ഷമയോടെ നിൽക്കുക, ഞാൻ പറഞ്ഞുതരാം. അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ആരുമായിട്ട് സംസാരിക്കരുത്, ഞാൻ ഏതോ ആരുമായിട്ട് സംസാരിക്കരുതെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു അവതാരകനായിട്ട് സംസാരിക്കുക, പകരം താങ്കൾ വേറെ പാർട്ടിക്കാരനായിട്ട് സംസാരിക്കാന്നാ പറഞ്ഞത്. SDPIയോ? അത് പറഞ്ഞേ, ഞാൻ ഉറച്ചു നിൽക്കുന്നു. SDPI ആണ്, ഞാൻ അത് തന്നെയാ പറഞ്ഞത്. SDPI എന്ന് പറയാനുള്ള പ്രചോദനം എന്താണ്? വേറെ എമ്പാടും പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കൂ. അത് ഞങ്ങൾ SDPIയെയും ഞങ്ങൾ BJPയെയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളായി കണ്ടുകൊണ്ട് എതിർക്കുന്നു. ആ ഒരു ശൈലിയും സമീപനവും ഞങ്ങളോട് സ്വീകരിക്കരുത്. ഈ നമ്പർ അനിൽ ബോസ് കയ്യിൽ വെച്ചാൽ മതി. അനിൽ ബോസെ നിങ്ങൾക്ക് ഈ പറയുന്ന 8 പേരെ പിന്തുണയ്ക്കുന്ന അതെ ഈ 8 പേര് സ്വീകരിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇരുട്ടിൽ പുൽകുന്ന സമീപനത്തിന്റെ അതേ മനോനിലയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ. അല്ല ഞാൻ താങ്കളുടെ അതേ മനോനിലയാണ് മറ്റത്തൂരിലെ 8 പേർക്കുള്ളത്. താങ്കളുടെ അതേ മനോനിലയാണ് മറ്റത്തൂരിലെ 8 പേർക്കുള്ളത് കേട്ടോ. ഞാൻ അനിൽ ബോസിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അടിച്ചു കിട്ടാൻ കാത്തിരിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ അനിൽ ബോസിനെ എക്സ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ അനിൽ ബോസിന്റെ പാർട്ടി ഓഫീസിൽ നിന്നോ സർട്ടിഫിക്കറ്റ് അടിച്ചു കിട്ടാൻ കാത്തു നിൽക്കുന്ന ആളല്ല. പക്ഷെ അനിൽ ബോസ് ആരാണ്? അനിൽ ബോസിന്റെ അകത്ത് കിടക്കുന്നത് എന്താണ്? അപ്പുറത്തിരിക്കുന്നവന്റെ പേര് നോക്കി പാർട്ടി തെരഞ്ഞെടുത്ത് ചാപ്പ അടിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് അനിൽ ബോസിന്റെ തലയ്ക്കകത്തുള്ളത് എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ SDPI എന്ന് വിളിച്ചാൽ ഞാനും കൂടി ചൂടി പോകുന്നില്ല. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വേണ്ട. ഞാനേ ഈ BJP സഖ്യത്തിന്റെ പേരിൽ ചോദ്യം ചോദിച്ചത് താങ്കളോടായി പോയല്ലോ എന്ന അബദ്ധം, എന്റെ അബദ്ധം ആരെ പറ്റിയ കക്ഷിയോടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് എവിടെയാ ചെന്ന് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് മറ്റത്തൂരിൽ മാത്രമല്ല, കോൺഗ്രസ് പലയിടത്തും എവിടെ നിൽക്കുന്നത് മനസ്സിലായി. ശ്രീ അനിൽകുമാർ എനിക്ക് ചാപ്പയൊന്നും നിങ്ങളുടെ പ്രശ്നമില്ലാന്ന്. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. എനിക്ക് അനിൽ ബോസ് സർട്ടിഫിക്കറ്റ് തരാത്തതിന്റെ പേരിൽ ഒരു സങ്കടം ഉറക്കക്കുറവില്ല. അല്ല എനിക്കൊരു ഉറക്കക്കുറവില്ല അനിൽ ബോസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ. നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞോ. നിങ്ങൾ SDPI എന്ന് വിളിച്ചാൽ എന്റെ ഉറക്കം പോകത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആരാണെന്നും എന്റെ പേര് നിങ്ങൾക്ക് എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മനസ്സ് വ്യക്തമാകുന്നുണ്ട്. അനിൽകുമാർ അല്ല വേണ്ട, നിങ്ങളെന്റെ താരാട്ടൊന്നും പാടുന്ന എന്റെ പേരും മതവും ഒക്കെ നോക്കിക്കോളൂ. ശരി, BJP ബന്ധത്തിന്റെ പേരിൽ ഞാൻ ചോദ്യം ചോദിച്ച രാഷ്ട്രീയക്കാരൻ കറക്റ്റ് ഓപ്ഷനായി പോയി. ശരി, അനിൽകുമാർ നിങ്ങൾ അവിടെ ഔസേപ്പിനെ അനിൽകുമാർ CPIഎമ്മിൽ നിങ്ങൾ അവിടെ ഔസേപ്പിനെ പർച്ചേസ് ചെയ്യുന്നു കോൺഗ്രസിന്റെ തീരുമാനത്തെ അട്ടിമറിക്കാൻ. അപ്പോ പിന്നെ വേറെ ഒരു പ്ലാൻ ഉണ്ടാക്കാതെ നിവൃത്തിയില്ല. പകരം പുതിയൊരു വിമതനെ തീരുമാനിക്കുന്നു. ആ വിമതനെ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിൽ കുറെ BJPക്കാരും വന്ന് വോട്ട് ചെയ്ത് 3 വോട്ട് അങ്ങനെയും കിട്ടി. അതിനിപ്പോ ഇത് BJP ബന്ധം എന്നൊക്കെ എങ്ങനെ പറയുമെന്നാണ് ഈ നിഷ്കളങ്കരായ പഞ്ചായത്ത് അംഗങ്ങൾ ചോദിക്കുന്നത്. നിഷാദ് അതൊന്നും വേണ്ട. നിഷാദ് ഏതൊക്കെ അഭ്യാസം ഇറക്കാൻ ശ്രമിച്ചാലും അതിനേക്കാൾ നന്നായി സംസാരിക്കാൻ ധാരണയോടുകൂടി തന്നെ ഇവിടെ വന്നിരിക്കുന്നു. നാട്ടുകാർ മനസ്സിലാക്കട്ടെ. അനിൽ ബോസ് നമ്മൾ തർക്കിക്കേണ്ടതിനകത്ത് കോൺഗ്രസിന്റെ 8 പഞ്ചായത്ത് മെമ്പർമാർ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സംഘടനാ പ്രശ്നങ്ങളാണ്. അത് ഞങ്ങൾ പരിഹരിക്കും. അവരെ BJPയായി താങ്കൾ ചാപ്പ കുത്തിയാൽ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ താങ്കളെ ഞങ്ങൾ എതിർക്കും. താങ്കൾക്ക് പറ്റുന്നില്ല അവരെ BJPയായിട്ട് ചാപ്പ കുത്താൻ പറ്റിയല്ല താങ്കൾക്ക്. കാരണം ഞാൻ SDPIക്കാരനാണല്ലോ. ഈ ചോദ്യം ചോദിക്കുന്ന ഞാൻ. താങ്കൾക്ക് അവരെ BJPക്കാരായിട്ട് ചാപ്പ കുത്താൻ പറ്റിയല്ല വ്യക്തമാണ്. അനിൽകുമാർ ശരി, അവർ കോൺഗ്രസ് പുറത്തു പോയല്ലോ. നിങ്ങൾ നടപടിയെടുത്തല്ലോ. നിങ്ങൾക്ക് CPM ആണെങ്കിലേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്കും അവിടുത്തെ നിങ്ങൾക്ക് അനിൽ ബോസെ നിങ്ങൾക്ക് CPM ആണെങ്കിലേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്ക് CPMനോടെ ഉള്ള അയിത്തം. നിങ്ങൾക്ക് ദേശീയ തലം മുതൽ താഴെ വരെ നിങ്ങൾക്ക് CPMനോടെ അയത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആജന്മ ശത്രു പിണറായി വിജയനാണ്. നിങ്ങളുടെ ശത്രു മോദിയല്ല. ശരി, അനിൽ